ചരിത്രമുറങ്ങുന്ന തീരദേശത്തിന്റെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുക്കുന്ന ശക്തികുളങ്ങരയുടെ കഥ പറഞ്ഞെത്തുന്ന UAE-യിലെ മലയാളി. ഇന്ന് UAE-യുടെ മണ്ണിൽ നിന്നുകൊണ്ട് കരുതൽ ന്യൂസിന് പറയാനുള്ളത് തിരുന്താതി മണിമുഴക്കത്തിൽ തിരിച്ചറിയപ്പെടുന്ന മലയാളിയെക്കുറിച്ചാണ്. നമസ്കാരം, കരുതൽ വിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ജോസഫ് ഹെൻറി. തിരുന്താതി മണി മുഴങ്ങുമ്പോൾ വ്യത്യസ്തമായ ഒരു പുസ്തകം. സാധാരണ 96 പേജുള്ള പുസ്തകങ്ങൾ കാണുന്നു നമ്മൾ. ഇത് എത്ര പേജുണ്ടോ? 560 പേജുണ്ട്. 560 പേജ്. 3 എഡിഷൻ ആയിട്ടുണ്ട് അല്ലേ? മൊത്തത്തിൽ 3 എഡിഷൻ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു എഡിഷൻ 1000 തന്നെയാണ്. ഒരു നിയർ ടു 3000 കോപ്പീസ് ഇറങ്ങിക്കഴിഞ്ഞു. 3000 കോപ്പി ഇറങ്ങിക്കഴിഞ്ഞു. ഇതും ഒരത്ഭുതമാണ്. കാരണം 100-150 പുസ്തകങ്ങൾ അച്ചടിച്ചിട്ട് വിതരണം ചെയ്ത എഴുത്തുകാരുടെ രംഗത്തേക്ക് പ്രവേശിക്കുന്ന അനേകരുടെ ഇടയിൽ 500 ചില്ലുവാനും പേജ് വരുന്ന ഒരു പുസ്തകം 3 എഡിഷനിലേക്ക് വരിക എന്ന് പറയുന്നത് പുസ്തകം തന്നെ ഒരു അത്ഭുതമാണ്. കാരണം വായന കുറയുന്ന ഒരു കാലഘട്ടത്തിൽ വായനയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുവാനുള്ള ഒരു ദൗത്യം ഈ പുസ്തകം ഏറ്റെടുത്തു എന്ന് തിരിച്ചറിയേണ്ട ഒരവസ്ഥ. ഏതായാലും ജോസഫ് ഹെൻറിയോട് ഒരു ചോദ്യം. തിരുന്താതി മണി എന്ന് പറയുമ്പോൾ ഞാനൊക്കെ കൊച്ചിലെ കേട്ടത് എൻ്റെ വല്യമ്മയിൽ നിന്നാണ്. രാത്രി പറയും തിരുന്താതി മണി അടിച്ചു വാ മോനെ പ്രവർത്തിക്കുക എന്ന് പറയും. ഈ പുസ്തകത്തിനും തിരുന്താതി മണിയായിട്ട് എന്ത് ബന്ധമാണ്? വളരെ അഭേദ്യമായൊരു ബന്ധം. തിരുന്താതി മണി മുഴങ്ങുമ്പോൾ എന്ന പേരും ഈ പുസ്തകമായിട്ടുണ്ട്. അത് എൻ്റെ ജീവിതവുമായിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ, അതായത് ബാല്യകാലം തൊട്ട് ഏതാണ്ട് യുവത്വത്തിലേക്ക് കടക്കുന്ന കാലം വരെ ഞാൻ താമസിച്ചിരുന്ന എൻ്റെ കുടുംബ വീട് ഇടവക പള്ളിയിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ അകലത്തിൽ. ഇടവകപ്പള്ളി എന്ന് പറഞ്ഞ ഏത് പള്ളിയാണ്? ശക്തികുളങ്ങര ഇടവക. ശക്തികുളങ്ങര ആണ് എൻ്റെ ജന്മദേശം. കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര. ശക്തികുളങ്ങര ഇടവക പള്ളിയിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ അകലത്തിലായിരുന്നു ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഉയരുന്ന എല്ലാ മണികളും നമുക്ക് കേൾക്കാൻ കഴിയും. പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള മണി, ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഓർമ്മപ്പെടുത്തൽ, അതുപോലെ സന്ധ്യമയങ്ങും നേരത്ത് ത്രിസന്ധ്യ എന്ന് തന്നെയുള്ള പറയും, പ്രാർത്ഥനയ്ക്കായിട്ടൊരു വിളിച്ചോതൽ മണിയുണ്ട്. അതാണ് തിരുന്താതി മണി. അപ്പോൾ എൻ്റെ ഈ നോവല് പറയുന്നത് ശക്തികുളങ്ങരയുടെ ഒരു 100 കൊല്ലക്കാലത്തെ കഥയാണ്. ഒരു തിരുന്താതി മണി മുഴങ്ങുമ്പോൾ ഈ നോവലിലെ കഥ ആരംഭിക്കുകയും മറ്റൊരു തിരുന്താതി മണിക്ക് അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും തിരുന്താതി മണി മുഴങ്ങുമ്പോൾ എന്ന പേരായിരിക്കും ഇതിൻ്റെ ശരിക്കും യോജിച്ചതെന്ന് എനിക്ക് തോന്നുകയും അതങ്ങിരിക്കും. കഥ എന്ന് പറയുമ്പോൾ ചരിത്രവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഈ കഥയുണ്ടോ? അതോ വെറും കഥയാണ്, സാങ്കല്പികമായിട്ടുള്ള? വെറും കഥയല്ല. ഞാൻ വളരെ ചെറിയ പ്രായം തൊട്ട് നമ്മുടെ ദേശത്തെ കുറിച്ച് നമ്മൾ ഓരോ പ്രദേശത്തും നിന്ന് ഓരോ കഥകളും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതും ഉണ്ടാവും. നമ്മളൊക്കെ അത് കേട്ടിട്ടായിരിക്കും വളർന്നു വരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പറഞ്ഞു കേട്ട കഥകൾ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് നമ്മൾക്ക് മുമ്പേ തന്നെ കടന്നുപോയ വ്യക്തികൾ അവര് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള വളരെ രസകരമായ കഥകൾ, സംഭവബഹുലമായ കഥകൾ, അതൊക്കെ ശരിക്കും വിസ്മരിക്കപ്പെട്ടു പോയതാണ്. പക്ഷെ അതിനെ ഈ ഒരു നോവലിലൂടെ വരച്ചു കാട്ടാൻ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ പുസ്തകത്തിലുണ്ട്. ശരിക്ക് എൻ്റെ പ്രദേശം ശക്തികുളങ്ങര ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ള പ്രദേശമാണെന്ന് എനിക്ക് തോന്നുകയും ആ ചരിത്ര സംഭവങ്ങളെ ചരിത്ര പുസ്തകമാക്കി എഴുതി കഴിഞ്ഞാൽ അത് എത്ര പേര് വായിക്കും എന്നുള്ളൊരു സന്ദേഹമുണ്ടായിരുന്നു. കാരണം ചരിത്ര പുസ്തകങ്ങൾ പലരും വാങ്ങിച്ച് ഒന്ന് പേരിന് വേണ്ടി 1-2 പേജുകൾ മറിച്ചു നോക്കുകയും പിന്നെ അവിടെ കൊണ്ട് വെക്കുകയാണ്. ഒരു വിരസത പലർക്കും ചരിത്രം വായിക്കുമ്പോൾ തോന്നാറുണ്ട്. എന്നാലും വളരെ രസകരമായി വായിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട് താല്പര്യത്തോടെ.
കുറച്ചുപേരെ. അപ്പൊ അതൊരു ഫിക്ഷനാക്കി മാറ്റിയാൽ, ഒരു കഥയുടെ രൂപത്തിൽ പറഞ്ഞു പോയാൽ ഇതിന് വായനക്കാരേറെ പേരുണ്ടാവും. ഇത് ആയിരങ്ങളിലേക്ക് എത്താൻ സഹായകമാകുമെന്നുള്ള ഒരു തോന്നലിലാണ് അതൊരു നോവലിലേക്ക് മാറ്റിപ്പിടിച്ചത്. തോന്നാൻ വിജയിക്കുകയും ചെയ്തു. തീർച്ചയായും അതൊരു വിജയം തന്നെയായിരുന്നു. നല്ല പ്രസക്തമായൊരു വിജയമായിരുന്നു. പുസ്തക സ്റ്റാളിൽ ഇതുണ്ട്, കിട്ടുമോ, ലഭിക്കുമോ? ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് കൊല്ലം കേന്ദ്രീകരിച്ച് അനവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഓരോ മാസവും അനവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലത്തെ സ്ഥിതി പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. സ്ഥിതി പബ്ലിക്കേഷൻസിൽ തന്നെ അതിന്റെ ഓഫീസ് കൊല്ലം ടൗണിൽ തന്നെയാണ്. നമ്മുടെ സെന്റ് ലക്ഷ്യ സ്കൂളിന്റെ തൊട്ട് അടുത്താണ് സ്ഥിതി പബ്ലിക്കേഷൻസിന്റെ ഓഫീസ്. അവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിലവിൽ ബുക്ക് സ്റ്റോളുകളിൽ അവൈലബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയുള്ള കോപ്പികൾ നമ്മുടെ കയ്യിലില്ല. ഇനി മറ്റൊരു എഡിഷനിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ ബുക്ക് സ്റ്റോളുകൾ ചെയ്ത് വെക്കണം, ഓൺലൈൻ എഡിഷൻ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞു വന്നപ്പോൾ സ്ഥിതിയുടെ പേര് പരാമർശിച്ചപ്പോഴത്തേക്ക് അതുകൂടി പറഞ്ഞോ. സ്ഥിതി പബ്ലിക്കേഷൻസിന്റെ ഡയറക്ടർ VT കുര്യപ്പിഴാണ്. എഴുത്തുകാരനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. ഈ പുസ്തകം എഴുതാൻ അദ്ദേഹവും ഒരു കാരണമാണ്, അദ്ദേഹം ഒരു നിമിത്തമാണ്. ഞാൻ ഈ പുസ്തകത്തിന്റെ പകുതി എഴുതി കഴിഞ്ഞിട്ട് ഏതാണ്ട് വർഷങ്ങളായി. അതങ്ങനെ തന്നെ ഇങ്ങനെ ഇരിക്കണം. ഇത് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണെന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. അപ്പൊ ആകസ്മികമായിട്ട് VT കുര്യപ്പിഴയെ ഒരു സ്ഥലത്ത് വെച്ച് കാണുകയും അദ്ദേഹം ഇങ്ങനെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാനും അദ്ദേഹം തമ്മിൽ സംസാരിക്കുകയും, അപ്പൊ ഈ പുസ്തകത്തിന്റെ പകുതി എഴുതിയ പുസ്തകത്തിന്റെ കാര്യം പറയുക അദ്ദേഹം ആണ് പറഞ്ഞത്. കൊണ്ടുവന്നാൽ നമ്മൾക്ക് പ്രസിദ്ധീകരണ യോഗ്യമാണെങ്കിൽ പ്രസിദ്ധീകരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാനത് കേട്ടു. എങ്കിലും എന്റെ മെല്ലപ്പോക്ക് അവിടെ തുടർന്നു. കുറച്ചു കഴിഞ്ഞ് VT എന്നെ നിരന്തരമായി ബന്ധപ്പെടാൻ തുടങ്ങി. ശല്യപ്പെടുത്താൻ തുടങ്ങിയെന്ന് തന്നെ പറയാം. പുസ്തകം എന്തായി, ചുടമ്പനായി, എന്താണ് എഴുതി തീർക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു വരാൻ തുടങ്ങി. അതാണ് എന്നെ ഈ പുസ്തകം എഴുതി തീർക്കാൻ, ദ്രുതഗതിയിൽ എഴുതി തീർക്കാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ഇത്ര ഒരു വിഷയം എടുത്തുന്ന സബ്ജക്ട്, ഇങ്ങനെ ഒരു സബ്ജക്ട് എടുക്കുന്നതിന് ഏതെങ്കിലും വ്യക്തികൾ പ്രചോദനമായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. മറ്റാരുമല്ല, എൻ്റെ പിതാവ്. അദ്ദേഹത്തിന്റെ പേര് എഡ്വേർഡ് സേവ്യർ എന്നാണ്. എഡ്വേർഡ് സാർ എന്നാണ് എല്ലാം പൊതുവെ അറിയപ്പെടുന്നത്. നമ്മുടെ കൊല്ലം രൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകനാണ്. കൊല്ലം ജില്ലയിലെ മിക്ക സ്കൂളുകളിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പഴയകാല വിദ്യാർത്ഥികൾക്ക് അറിയാം. 94-ലാണ് വിരമിക്കുന്നത്. ഒരുപാട് വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. 3-4 നാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം എന്നിലേക്കും കുറച്ചു കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പപ്പ എഴുതിയ പഴയ നാടകങ്ങളുടെ ചിതലരിച്ച കോപ്പികൾ വായിച്ചിട്ടാണ് നാടകത്തിലേക്കായിരുന്നു ആദ്യം ഒരു താല്പര്യം വന്നത്. ഞാൻ ഏതാണ്ട് ഈ കാലയളവിൽ പ്രസിദ്ധീകരിക്കാത്ത ഒരു 25ഓളം നാടകങ്ങൾ, ലഘുനാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പകുതിയിലേറെയും ബിബ്ലിക്കലായിരുന്നു. അത് നമ്മുടെ ബൈബിൾ കലോത്സവങ്ങൾ, രൂപതാ ബൈബിൾ കലോത്സവങ്ങളിലും സംസ്ഥാന ബൈബിൾ കലോത്സവത്തിലൊക്കെ അവതരിപ്പിച്ച് സമ്മാനങ്ങൾ നേടിയ നാടകങ്ങളും ആ കൂട്ടത്തിലുണ്ട്, ഏതാനും ചിലത്. അപ്പൊ ആ ഒരു താല്പര്യമാണ് എഴുത്തിലേക്കുള്ള വഴി തുറന്നത്. അപ്പൊ വായന, ധാരാളം പുസ്തകങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ വായിച്ച് തരുമായിരുന്നു. അപ്പൊ വായിച്ച് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ഒരു ഐഡിയയും കൂടി അതിൽ നിന്നാണ് കിട്ടിയത്. നോവലിലേക്ക് വന്നപ്പോൾ കുറെ ആദ്യം എഴുതി തുടങ്ങിയപ്പോഴൊന്നും നോവലിന്റെ ശൈലി ആയിരുന്നില്ല വരുന്നത്, നാടകത്തിന്റെ ശൈലിയായിരുന്നു. ഒരുപാട് വെട്ടലും തിരുത്തലും ചൊട്ടയിലുള്ള ശീലം തുടല അങ്ങനെ ആവർത്തിച്ച് ഒത്തിരി പേപ്പറുകൾ കീറി കളയേണ്ടി വന്നു. പിന്നീട് വീണ്ടും കുറെ നോവലുകൾ കേശവദേവന്റെയും LV വാസുദേവന്റെയും മുകുന്ദന്റെയും ഒക്കെ, മുകുന്ദന്റെയൊക്കെ നോവലുകൾ വായിച്ച് അവരുടെ ഒരു ശൈലി കുറെയൊക്കെ
അനുകരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അല്ല, അത് തീർച്ചയായിട്ടും വായന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരും, അത് പുറത്തേക്ക് വരികയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് എത്തിയത്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി, കാരണം ഈ പുസ്തകം എല്ലാവരും വായിച്ചാണല്ലോ, 3000 പുസ്തകമാണ് പോയിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു അത്യാവശ്യം ഈ പുസ്തകത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഇതിൻ്റെ ഉള്ളടക്കം പ്രധാനപ്പെട്ടത് നീണ്ട് നോവലായി പോകരുത്, ചെറിയൊരു ഉള്ളടക്കം എന്ന് പറയാം. തീർച്ചയായിട്ടും ഇത് പറഞ്ഞതുപോലെ ചുരുക്കി പറയാനാണെങ്കിൽ 560 പേജ് ഉള്ള ഒരു പുസ്തകത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം, സമ്മറിയാണ് ചോദിക്കുന്നത്. നീണ്ട കഥ ചെറുകഥയാണ്. അതെ, എല്ലാ പ്രദേശത്തിനും അതിൻ്റെതായ ചരിത്രമുണ്ട്. എൻ്റെ നാട് ശക്തികുളങ്ങര പരമ്പരാഗതമായി ഒരു മത്സ്യബന്ധനം ഉപജീവന മാർഗമായി തിരഞ്ഞെടുത്ത ഒരു മേഖലയാണ്. അവിടുത്തെ കഠിനാധ്വാനികളായ മത്സ്യത്തൊഴിലാളികൾ കാലക്രമേണ മത്സ്യ വ്യവസായത്തിലേക്ക് കടക്കുകയും തൊഴിലിൽ നിന്ന് വ്യവസായത്തിന്റെ ഉടമകളായി പരിണമിക്കുകയും പരമ്പരാഗത മത്സ്യബന്ധനം യന്ത്രവൽകൃത മത്സ്യബന്ധനത്തിലേക്ക് ഉള്ള പരിണാമം ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റിന്റെ വരവോടുകൂടി നടക്കുകയുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ നാടിന്റെ ഒരു സാമ്പത്തിക മേഖലയിലും കാര്യമായ സാമ്പത്തിക പശ്ചാത്തലത്തിലും കാര്യമായ ഒരു പരിണാമം ഉണ്ടായി. വളർച്ചയുണ്ട്. ദാരിദ്ര്യത്തിന്റെ ഒരു കെടുതികളിൽ നിന്ന് സമ്പന്നതയിലേക്കുള്ള ഒരു നടന്നുകയറ്റം ഉണ്ടായി. അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ പല തരത്തിലുള്ള സാംസ്കാരിക മുന്നേറ്റങ്ങളും ആ കാലഘട്ടത്തിൽ. അതിനിടയ്ക്ക് പറഞ്ഞു വരുന്നത് 1850 മുതൽ 2000-ന്റെ പകുതി വരെയുള്ള കാലഘട്ടത്തിലെ ഒരു ചരിത്രമാണ് കഥയായി പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് വ്യാവസായിക മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിലും പൊതുവെ നമ്മുടെ സംസ്ഥാനത്തും നടന്ന പല രാഷ്ട്രീയവും ഭൗതികവുമായ മാറ്റങ്ങൾ ഇതിനകത്തും പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ ജനങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങൾ, നാട്ടിൽ നടന്ന ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ മഹാമാരികൾ, വർഗീയ ലഹളകൾ, ഇതെല്ലാം വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളും ഇതെല്ലാം തന്നെ ഈ നോവലിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ജോസഫ് എഡ്വേർഡിന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയാം. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ശക്തികുളങ്ങര സ്വദേശിയായ ഞാൻ ശക്തികുളങ്ങര സ്വദേശിയാണ്. എൻ്റെ പിതാവും മാതാവും രണ്ടുപേരും ശക്തികുളങ്ങര സ്വദേശികളാണ്. എഡ്വേർഡ് സാറ് എന്നറിയപ്പെടുന്ന എഡ്വേർഡ് സേവ്യർ ആണ് എൻ്റെ പിതാവ്. അദ്ദേഹം കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളുകളിലെ അമ്മ ജെയിൻ എഡ്വേർഡ്. 3 സഹോദരിമാരുണ്ട്. അമ്മ ജോലി ചെയ്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അവന്റെ പറ്റുന്ന രീതിയിലൊക്കെ പ്രത്യേകിച്ച് നാടുമായി ബന്ധപ്പെട്ട തൊഴിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളതൊരു 4 മക്കളടങ്ങിയ കുടുംബത്തിന്റെ 4 പേരുടെയും വിദ്യാഭ്യാസമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അന്നൊരു അധ്യാപകൻ ഒറ്റയ്ക്ക് കഴിയുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പലചരക്കുകൾ നടത്തിയിട്ടുണ്ട്. മറ്റ് പല മേഖലയിലും ഉപയോഗിച്ചിട്ടുണ്ട്. 3 സഹോദരിമാരാണ്. അവരുടെ പേരുകൾ റോസ്മേരി, റിനി, റീന. ഞാനാണ് ഏറ്റവും ഇളയത്. അപ്പൊ അവരില് 2 പേര് അധ്യാപികമാരാണ്. ഒരാള് ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയാണ്, ഒരാൾ നമ്മുടെ കോർപ്പറേറ്റ് കൊല്ലം രൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളിലെ അധ്യാപികയാണ്. 2 പേരും ഇപ്പൊ പ്രൈമറി സ്കൂളുകളിലെ ഹെഡ് മിസ്ട്രസ്സുമാരാണ്. മറ്റേ സഹോദരി, എന്റെ ഭാര്യ, ഒരു സഹോദരി, ഒരു സഹോദരി അദ്ദേഹം ജോലിയൊന്നും ചെയ്യുന്നില്ല. മൂത്ത സഹോദരി അതെ പുള്ളിക്കാരത്തെ തിരുവനന്തപുരത്താണ് സെറ്റിൽഡ്. ബാക്കി 2 പേരും കൊല്ലത്ത് തന്നെയാണ്. എന്റെ വൈഫ് ജാനറ്റ് ജോസഫ്. എവിടെയാണോ വൈഫ് ഇവിടെ എന്നോടൊപ്പം ദുബൈയിൽ ഷാർജയിൽ താമസിക്കുന്നു, ജോലി ചെയ്യുന്നു. 2 മക്കളാണ്. ഒരാൾ റെജിനോൾഡ്, ഒരാൾ ഡെറിക്ക്. റെജിനോൾഡ് ഇപ്പോൾ മെഡിസിൻ MBBS അവസാന ഘട്ടത്തിലാണ്. ഡെറിക്ക് ഡിഗ്രി ലിറ്ററേച്ചർ 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇതാണ് കുടുംബം. ഞാൻ കുടുംബത്തോടൊന്നിച്ച് ഇവിടെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഞാനിവിടെ ഉണ്ട്.
ഷാർജയിലുണ്ട്. ഷാർജയിലുണ്ട്. കൊല്ലമായിട്ട് ഷാർജയിലായിരുന്നു. ദുബായ് കേന്ദ്രീകരിച്ചാണ് ജോലി. എന്ത് ജോലിയാ? നിലവിൽ ഞാനൊരു തുർക്കി ആസ്ഥാനമാക്കിയുള്ള ഒരു ഫുഡ് പ്രൊഡക്ട്സ്, അത് ഫ്രഷ് ഫ്രൂട്ട് പ്രൊഡക്ട്സ് ആണ്. അങ്ങനെ അനഡോളു ഇറ്റാപ്പ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ ഓർഗനൈസേഷന്റെ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക, പാർഷ്യലി ഇന്ത്യയും ഉണ്ട്, അതിന്റെ കൊമേഴ്ഷ്യൽ മാനേജറാണ്. പഠനമൊക്കെ എവിടെ? ബേസിക് എഡ്യൂക്കേഷൻ, അതായത് സ്കൂൾ വിദ്യാഭ്യാസം കൊല്ലത്തെ ഇൻഫന്റ് ജീസസ് ഹൈസ്കൂളിലായിരുന്നു. അന്ന് ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് ഹൈസ്കൂൾ എന്നാണ് അറിയപ്പെട്ടത്. ഇപ്പൊ നിലവിൽ ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻസ് ഒക്കെ പൊട്ടിയതാണ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പൊ അവിടുന്നാണ് സ്കൂൾ വിദ്യാഭ്യാസം. ഇപ്പോഴും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആംഗ്ലോ ഇന്ത്യൻസ് ഒന്നുമില്ല. അല്ല, പേര് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ആംഗ്ലോ ഇന്ത്യൻ അധ്യാപികമാരും അധ്യാപകന്മാരും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അത് ഈ സുരേഷ് ഗോപിയൊക്കെ അവിടെ പഠിച്ചു പോയ വിദ്യാർത്ഥികളാണ്. അതിന്റെ ഒരു ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിനും അന്നത്തെ അതുപോലെ ഞങ്ങളുടെയൊക്കെ കാലം വരയ്ക്ക് ആംഗ്ലോ ഇന്ത്യൻ അധ്യാപകരുണ്ടായിരുന്നു. അവരുടെ ഒരു സ്വാധീനം ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ കുറെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇൻഫന്റ് ജീസസിലെ ICSE കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും കൊല്ലത്തെ ഫാത്തിമ മാതാ നാഷണൽ. അതെ. അപ്പോൾ ഫാത്തിമ കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് അവിടെ തന്നെ ഡിഗ്രിക്ക് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു. അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോടുള്ള ഒരു സാഹിത്യത്തോടുള്ള താല്പര്യം തന്നെയാണ് അത് എടുക്കാൻ പ്രേരിപ്പിച്ചത്. വായന മാത്രമേ ഉള്ളത്, എഴുതുകയും ചെയ്യാറ്. അന്ന് നാടകത്തിന്റെ കോളേജ് അതെ, കോളേജ് കാലഘട്ടത്തില് കോളേജിന് പുറത്തായിരുന്നു എന്റെ നാടക മേഖല കൂടുതലും ബൈബിൾ കലോത്സവങ്ങളും അല്ലാതുള്ള ഏകാംഗ നാടക മത്സരങ്ങളും. അപ്പൊ ഈ ബൈബിൾ കലോത്സവങ്ങൾക്ക് പോകുന്ന നാടകങ്ങൾക്കെല്ലാം രചന, സംവിധാനം, പിന്നെ അഭിനയം, ഇത്രയും ആകാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര നേരം വിജയിച്ചിട്ടുണ്ടെന്നല്ല. തീർച്ചയായും അവരൊക്കെയാണല്ലോ നമുക്ക് നമ്മുടെ വഴിയുടെ പ്രചോദനം. അപ്പോൾ ഫാത്തിമയിലെ എഡ്യൂക്കേഷൻ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സംഭവമാണ്. പ്രത്യേകിച്ച് താങ്കളെ പോലുള്ള വെറും പൂർവ്വ വിദ്യാർത്ഥി അല്ലല്ലോ. ജോസഫ് സേവ്യറിനെ പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്ന ആൾക്കാരാണ്. കാരണം താങ്കളുടെയൊക്കെ അന്നത്തെ വളരെ ചടുലമായ പ്രസംഗവും അതുപോലെ ഞാൻ ഓർക്കുന്നത് ഞങ്ങൾ ASFന്റെ കോളേജിന്റെ വളരെ ഉന്നതനായ ഒരു നേതാവായിരുന്നു. തെരഞ്ഞെടുപ്പിനൊക്കെ മത്സരിക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ബോട്ട് സൈഡിംഗ് ചാമ്പ്യനും ഒക്കെ എല്ലാം അറിയാം. അപ്പൊ അതിനെ കുറിച്ച് പറയാനല്ല, ജോസഫ് എഡ്വേർഡ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കോളേജ് കാലം തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും എഴുത്തുകാരനുണ്ടെന്നത് അറിയുന്നത് ഈ പുസ്തകം അറിഞ്ഞതിന് ശേഷമാണ്. ഇനി വല്ല പുതിയ പുസ്തകങ്ങളും ഉടനെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പുസ്തകം നൽകിയ ഒരു പ്രചോദനം, ഈ പുസ്തകം എഴുതാൻ കുറച്ച് കാലമെടുത്തു. അത് കുറെയൊക്കെ എൻ്റെ ഒരു കണ്ടിന്യൂറ്റിയുടെ കുറവ്, മടി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പ്രവാസ ജീവിതം എങ്ങനെ ബാധിച്ചോ, അതോ ഗുണപ്രദമായിരുന്നോ ദോഷമായിരുന്നു? അല്ല, പ്രവാസ ജീവിതം ഒരു കാലഘട്ടത്തിൽ തിരക്ക് കൂടുതലുണ്ടായിരുന്ന സമയത്ത് എഴുത്ത് സ്ലോ ആയി, പ്രയാസമായി. ഇത് കോവിഡ് കാലഘട്ടത്തിലാണ് ഈ പുസ്തകം ഇതിന്റെ കൺക്ലൂഷനിൽ എത്താൻ കഴിഞ്ഞത്. കോവിഡ് ഒരുപാട് പേര് ദ്രോഹിച്ചെങ്കിലും കുറെ പേർക്ക് ഗുണപ്രദമല്ലേ? ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വീട്ടിൽ ഇരിക്കേണ്ടി വന്നതുകൊണ്ട് സമയം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ഈ പുസ്തകം നൽകിയൊരു പ്രചോദനം വളരെ സമാനതകളില്ലാത്തതാണ്. കാരണം ഇത് നൽകിയ ഒരു ആത്മസംതൃപ്തി, അതുപോലെ ഈ ഇതിന്റെ വായനക്കാരിൽ നിന്ന് കിട്ടിയ ഒരു മോറൽ സപ്പോർട്ട്, വളരെ ഒത്തിരി അധികം പേര് കലവറയില്ലാത്ത രീതിയിലുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തി. ഇതിനൊക്കെ അർഹനാണോ എന്നുള്ളത് ആയിരുന്നു എൻ്റെ ഒരു സംശയം. അപ്പൊ അവരോടൊക്കെ ഈ 3 വാല്യൂ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും മാർക്കർ അത് ലയിച്ചു കഴിഞ്ഞു ആണ്. എങ്കിലും ഒരു പുതിയൊരു എഴുത്തുകാരൻ, ഒരു ആദ്യമായി പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇത് വായിച്ചവരെ എനിക്ക് നൽകിയ ഒരു മോറൽ സപ്പോർട്ട് അടുത്തൊരു പുസ്തകത്തിലേക്ക് പോകാൻ ഉള്ള ഒരു പ്രേരണ കൂടി നൽകി. അപ്പോൾ അത് എൻ്റെ കൂടെ എൻ്റെ ഫാത്തിമ കോളേജിലെ
സഹപാഠി എന്ന് പറയാൻ പറ്റത്തില്ല, അദ്ദേഹത്തിൻ്റെ ഒരു വർഷം സീനിയറായിരുന്നു. നൗഷാദ് മുഹമ്മദ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് ഇവിടെ ദുബായ് കാറ്റുമാങ്കോള ജലീലിൻ്റെ പ്രസിഡന്റും അതുപോലെ അക്കാഫിൻ്റെ സെക്രട്ടറിയുമായ നൗഷാദ് മുഹമ്മദ് ഒന്നിച്ച് സെക്രട്ടറി ആയിരുന്നു, ട്രഷറർ അദ്ദേഹം ഒന്നിച്ച് സിനിമാ മേഖലയിലുള്ള ഒരു സിനിമാ പഠന ഗ്രന്ഥം എന്ന് പറയുന്നത് അത് മലയാള സിനിമയിലെ തുടക്കം മുതൽക്കുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ, ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് അടുത്തത് വരുന്നത്. അതിവിടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രസിദ്ധീകരിക്കും. എന്തുകൊണ്ടോ എൻ്റെ 560 പേജുള്ള തിരുനാതിമണി എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റി പരാമർശിച്ചതുപോലെ അത് ഏതാണ്ട് 500 പേജോളം അടുപ്പിച്ച് ആയിട്ടുണ്ട്. ഇത് ചെറിയ വിഷയമെന്ന് കരുതിയാണ് തുടങ്ങിയത്, പക്ഷെ ഒരു കടലായി മാറിയത്. കാരണം സ്ത്രീകളുടെ ശക്തിയെ നമ്മൾ കുറച്ച് കാണിക്കാൻ പാടില്ലല്ലോ. സ്ത്രീകളുടെ കടലാണ്. തീർച്ചയായും ഒരു സമുദ്രമാണ്. അപ്പോൾ അതിന്റെ ആഴം ഞങ്ങൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് ഒരു വലിയ പുസ്തകമായി പരിണമിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു ചെറുകഥാ സമാഹാരം ഏതാണ്ട് പകുതിയായിട്ടുണ്ട്. അപ്പൊ ഇനി അത് അങ്ങോട്ടൊരു തുടർച്ച, എഴുത്തിന്റെ പൊടിയാണ്, ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. അത് നിൽക്കാതെ പോകട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. ഏതായാലും പ്രവാസ ലോകത്തിന് അഭിമാനമായി മാറി മലയാളിയായ കൊല്ലംകാരനായ ശക്തികുളങ്ങര സ്വദേശിയായ ജോസഫ് എഡ്വേർഡ്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഒരു ഹാക്കിമേറ്റ് ആയതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് ജോസഫ് എഡ്വേർഡിനെ പരിചയപ്പെടുത്തിയത്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാം? തീർച്ചയായിട്ടും ഇങ്ങനെ പ്രേക്ഷകരിൽ ഒരു സന്ദേശം കൊടുക്കുന്നതിന് മുൻപ് എന്നെ പോലുള്ള ഒരു എഴുത്തിലേക്ക് കടന്നു വരുന്ന പിച്ചവയ്ക്കാൻ തുടങ്ങുന്നതെന്ന് പറയാം. പ്രായം കൊണ്ട് അതല്ലെങ്കിൽ പോലും എഴുത്തിൽ ഒരു പിച്ചവയ്ക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നോട് ഇതിനെപ്പറ്റി, പുസ്തകത്തെക്കുറിച്ചും എഴുത്തിനെ പറ്റിയും ഒക്കെ സംസാരിക്കാൻ തയ്യാറായ നിങ്ങളോടൊരു നന്ദി പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം കലവറയില്ലാത്ത നന്ദി രേഖപ്പെടുത്തട്ടെ. ഇതൊരു വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. പ്രേക്ഷകരോട് പറയുന്നതെന്ന് പറഞ്ഞാൽ വായന കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പൊതുവെ. ഇപ്പോൾ വായന കുറവാണ്, പുസ്തകങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കിടക്കുന്നതെങ്കിലും അത് തെറ്റാണെന്നാണ് എൻ്റെ ധാരണ. കാരണം പുസ്തകങ്ങൾ ധാരാളമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പുതിയ ഓതേഴ്സിൻ്റെ ഒത്തിരി പുസ്തകങ്ങൾ, കവിതകളും കഥകളും അതുപോലെ നോവലുകളും ഒക്കെ ധാരാളമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം വളരെയധികം വിറ്റഴിഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട്. അക്ഷരങ്ങളുടെ ലോകം എന്നും അക്ഷരങ്ങൾ എന്നും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ തിളക്കം നമ്മുടെ ജീവിതത്തിലും അറിവിൻ്റെ സമ്പാദനത്തിലുമൊക്കെ വളരെയധികം ഉപകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. തീർച്ചയായും അതങ്ങനെ തന്നെ തുടരട്ടെ. എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം. അറിയപ്പെടുന്ന സാഹിത്യകാരനായി ഇനി അറിയപ്പെടട്ടെ, കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കരുതൽ വിഷനും കരുതൽ ന്യൂസും കരുതൽ റേഡിയോയും UAE-യിലേക്ക് കടന്നു വന്നിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ ആദ്യത്തെ ഒരു ഇന്റർവ്യൂ വളരെ അഭിമാനമുണ്ട്. അതും സാഹിത്യ മേഖലയിലെ ഒറ്റ പുസ്തകം കൊണ്ട് സ്വന്തം പേര് എഴുതി ചേർത്ത വ്യക്തി. അപ്പൊ അദ്ദേഹത്തെ കരുതൽ ന്യൂസ്, കരുതൽ വിഷൻ, കരുതൽ റേഡിയോയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ ശ്രീമതി ബെറ്റ്സി എഡ്സൺ ആദരിക്കുന്നു.